ഇപ്പോൾ മീനിനൊക്കെ നല്ല റേറ്റ് കൂടുതലാണല്ലേ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നൊത്തോലി കരുവാട് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. അത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലയും നടുവിലത്തെ മുള്ളും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നാലാണ് നമുക്ക് നടുവിലത്തെ മുള്ള് മാറ്റാൻ പറ്റുന്നത്. എല്ലാം മാറ്റിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു സൈഡ് മാറ്റി വയ്ക്കാം. ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എണ്ണ ഒഴിച്ച് ജീരകം ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒരു പകുതി വേവായപ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം തീയിലിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വരും. നൊത്തോലി കരുവാട് ക്ലീൻ ചെയ്യാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. ബാക്കിയെല്ലാം വേഗം ആവും. ഇപ്പോൾ സവാളയും തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ കഴുകി വെച്ച ഉണക്കമീൻ നമുക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉണക്കമീൻ ഒരു പകുതി വേവായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത മസാലയുടെ പച്ചമണം ഒന്ന് പോകുന്നവർ മാത്രം ഇളക്കി കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ചെറിയ കുറവുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ശകലം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ, ബൈ.